such a lovely picture. See. Wait, just 500 baht. Just 500. Oh, come on. Just 300. 200. Oh, please. Just 200. 100. Please. Just 50 രൂപ ഇല്ലാത്ത എച്ചികൾ. ഐ ബേബി ഹായ്. കെട്ടി മോനെ, ഇത് ഞാൻ വെക്കും. ജാനറ്റ്, ഇതൊന്ന് ഫ്രെയിം ചെയ്ത് തരണം. എന്തോന്നിത്? ഇതാണ് അജ്ഞാത കാമുകന്റെ അജുംബിത പുഷ്പം. ആൻ ഇംപ്രഷനിസ്റ്റ് സ്റ്റൈൽ. ഒലക്കയുടെ മൂട്. ആരോ ചായം തേച്ച് തുടച്ചു കളഞ്ഞ പേപ്പറും തുണി എടുത്തു വെച്ചിട്ട് അവന്റെ ഒരു ഇംപ്രഷൻ. അല്ല, ഇപ്പൊ രാവിലെ ആരെ പറ്റിക്കാനാ ഇതും കൊണ്ട് ഇറങ്ങിയത്? അല്ലേലും മുറ്റത്തെ മുല്ലയ്ക്ക് സ്മെല്ലില്ലല്ലോ. ദേ, എന്റെ ഒരു ക്ലയന്റ് എക്സിബിഷന് വേണ്ടിയാ ഈ വർക്കിന് പറ്റിയ നല്ലൊരു ഫ്രെയിമിംഗ് എടുത്തേ. ഈവനിങ് ഞാൻ സെറ്റിൽ ചെയ്തോളാം. കഴിഞ്ഞ പ്രാവശ്യം മദാമ്മയും കൊണ്ട് മൈസലൂണിന് പോയതിന് ടാക്സി കാശ് 610. ഇരട്ടി വിലക്ക് വിറ്റ് തരാന്ന് പറഞ്ഞ് ഇവിടുന്ന് എടുത്തോണ്ട് പോയ പെയിന്റിങ്സിന് 2000. വാടക കൊടുക്കാൻ തികയാതെ വന്നപ്പോ വീണ്ടും വാങ്ങിയത് 310. എല്ലാം കൂടി 2920. അപ്പൊ എല്ലാം ഓർമ്മയുണ്ടല്ലേ? എന്നാ ഈ 2920 രൂപയും ഈ ഫ്രെയിമിന്റെ കാശും കൂടി ചേർത്ത് ഇന്ന് തന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്തേക്കാം. ഏതെങ്കിലും ഒരു ഫ്രെയിം തന്നെ എന്നെ ഒന്ന് സഹായിക്കും പ്ലീസ്. നീ മനുഷ്യനെ മെനക്കെടുത്താതെ പോവാൻ നോക്ക്. പോയേ ജാനറ്റ്. ഈശയെ ആദ്യമായി കണ്ട ദിവസം, ലാവൻഡർ പൂക്കളുടെ സുഗന്ധം എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായി വന്ന ദിവസം. There you go. Thank you. അയാനെ നേരിട്ട് അപ്രോച്ച് ചെയ്തുകൂടായിരുന്നു അവളെ? Why did he choose to be invisible? അവളോട് നേരിട്ട് പറയാൻ അയാൻ തീരുമാനിച്ച ദിവസമാണ് എത്ര പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കണം നിന്നെ? ഇനി ഏത് ഭാഷയിലാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ടത്? അലോക് ഭാട്ടിയ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്താൽ തീർന്നു സകലതും. കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം മണ്ണിനടിയിലാവും. എനിക്കറിയാം, ഞാൻ നോക്കിക്കോളാം. അപ്പ ധൈര്യമായിട്ടിരിക്കുക. ജോസഫ് തരകൻ ഇന്നുള്ളതെല്ലാം നേടിയത് നീ ഈ പറഞ്ഞത് മാത്രം വെച്ചുകൊണ്ടാ. ധൈര്യം.
നിന്നെ കൊണ്ടാവുന്ന നീ ചെയ്തു സണ്ണി. ഇനി മതി. ഇനഫ്. അജയ്, അലോക് ഭാട്ടിയ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യരുത്. Black Tulips is the mother gang and Baba was his father figure. കോൺട്രാക്ട് ചെയ്യുന്ന ഒരു ഏജന്റിനോടുള്ള പ്രൊഫഷണൽ റിലേഷൻഷിപ്പിനേക്കാൾ ഒരു ദത്തുപുത്രനോടുള്ള വിശ്വാസമായിരുന്നു ബാബയ്ക്ക് അയാനോട്. കാരണം ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ നീ എവിടെയോ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ വിശ്വസിക്കാനായിരുന്നു എനിക്കിഷ്ടവും. ഇതെന്ത് പേരാടാ ഇത്? അയാൻ. വാട്ട് ഈസ് ദിസ്? കള്ള പാസ്പോർട്ട് ഉണ്ടാക്കി തന്ന ഒരു ഗുജറാത്തിയുടെ പേരാ. ആദ്യം എനിക്കും അതൊരു, പിന്നെ ആ പേരുമായി ഇണങ്ങി. നമ്മൾ പ്ലാൻ ഒന്ന് മാറ്റി പിടിക്കുക. മിഡിൽ ഈസ്റ്റിൽ വലുതായൊന്നും ചെയ്യാനില്ല നമുക്കിനി. ഇപ്പം നല്ല മാർക്കറ്റ് ചൈനയാണ് എല്ലാം കൊണ്ടും. അതിനു പറ്റിയ സ്ഥലം ഇതൊക്കെയാണ്. കോലാലംപൂർ, ബാങ്കോക്ക്, ഇൻഫാക്ട് ഹോങ്കോങ്. നല്ലത്. അതിനു മുമ്പ് പിറകെ മണം പിടിച്ചു വരുന്ന ഒരു പഴയ ചങ്ങാതിയുണ്ട് നമുക്ക്. രാഘവൻ. നമുക്കൊരുപാട് സ്നേഹമുള്ള ശത്രു. That Bangkok Police Department welcome to Inspector Samir and Raghavan Murthy. Thank you, General Chang. It's Raghavan Murthy. Gentlemen, the Black Tulips. Black Tulips. Very interesting name. Yeah, it is. അവരുടെ ആശയവിനിമയങ്ങൾ ട്യൂലിപ്പ് പുഷ്പങ്ങളിലൂടെയായിരുന്നു. കറുത്ത പൂക്കൾ. 80കളിലും 90കളുടെ തുടക്കത്തിലും വളരെ ശക്തമായൊരു ഗ്യാങ് ആയിരുന്നു അത്. ചെറുകിട സ്മഗ്ലിങ്ങിൽ തുടങ്ങി റോബറി, ഹവാല, പിന്നെ സുപാരി കൊലപാതകങ്ങളിലേക്കുമുള്ള അവരുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഹൈദരാബാദ്, മുംബൈ, ഗോവ, ദുബായ്, പിന്നെ ഇറാൻ, ഇവിടങ്ങളിലായിരുന്നു ഇവരുടെ ആദ്യകാല പ്രവർത്തനം. പിന്നെ എപ്പോഴോ കിഴക്കൻ യൂറോപ്പിലേക്ക്. ഇപ്പോൾ അവർ ഇവിടെയുണ്ട്, ബാങ്കോക്കിൽ. ചൈന, ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റ്
ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഈസി ആക്സസ് അതാവാൻ കാരണം ജോസഫ് തരകൻ കാഞ്ഞിരമറ്റത്തു നിന്ന് ഗോവയിലേക്കും പിന്നെ ഹൈദരാബാദിലേക്കും കുടിയേറിയ ഓൾ ടൈം സ്മഗ്ലർ പാട്രിയാക്ക്, ബ്ലാക്ക് ടുലിപ്സിൻ്റെ അമരക്കാരൻ. വളർത്തുമകൻ ഒരു കാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഇയാൾ ആക്റ്റീവ് അല്ല. ഇപ്പോൾ ബിസിനസ് നോക്കുന്നത് സണ്ണി തരകൻ, ജോസഫിൻ്റെ മകൻ, ഒരിടത്തിയാട്ടക്കാരൻ. എനിക്ക് കിട്ടിയ അറിവ് ശരിയാണെങ്കിൽ സണ്ണിക്ക് ബിസിനസ്സിൽ കിട്ടിയ ഒരു തിരിച്ചടി മറികടക്കാൻ ജോസഫ് തരകൻ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പണി കൂടും. ഒരിക്കൽ ഉപേക്ഷിച്ച വേഷത്തിലേക്ക് നിർബന്ധിക്കപ്പെട്ട ഒരു നടന്റെ മനസ്സില്ലായ്മ, മറക്കാൻ പറ്റാത്തത്ര കടപ്പാടുള്ള വളർത്തച്ഛൻ. ഈ രണ്ട് അവസ്ഥകളുടെയും ഇടയിൽ അയാൻ ഒരു കാര്യം തീർച്ചപ്പെടുത്തിയിരുന്നു: ദാറ്റ് ഹി വുഡൻ ഡ്രാഗ് ഹിസ് ലാവൻഡർ ഗേൾ ടു ദിസ് ഡേർട്ട്. ഒരഴുക്കും അവളെ, ഇഷയെ ബാധിക്കരുത് എന്നുറപ്പുണ്ടായിരുന്നു അയാൾക്ക്. See, I get his confusion. പക്ഷേ ഇഷ doesn't know anything about അയാൻ. അവളെ ഇതെങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? ദൂരെ നിന്ന് തന്നെ ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവൾക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അയാളുടെ ഒരു ഡിഫൻസ് മാത്രമായിരുന്നു ഫ്ലോറൽ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യുക എന്നുള്ളത്. മോർ ദാൻ എനിത്തിങ് അയാളുടെ ഭയം അയാളുടെ ഗ്യാങ്ങിനെ തന്നെയായിരുന്നു. He knew every move was being watched, and he didn't want anyone to connect him to Isha, so he was still in dark. ഇന്ന് പൂക്കൾ വന്നില്ല. ആരോ അയക്കുന്ന പൂക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞാൻ. തോന്നേണ്ടത് ദേഷ്യമാണ്, പക്ഷേ ഞാൻ അറിയുന്നു. ഐ മിസ് ദി ഫ്ലവേഴ്സ്. ഐ മിസ്. ആ ലാവൻഡർ പൂക്കൾ വരാതായപ്പോൾ ഷീ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഡെസ്പറേറ്റ്. So this is Raghavan Murthy. Yeah. How did he come to know about Isha?